നമുക്ക് ട്രംപിൻ്റെ 20 ദിന പ്ലാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് പ്രൊവക്കേഷൻ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് UN ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു പ്രസംഗിക്കാൻ വരുന്നു. മഹാഭൂരിപക്ഷം രാഷ്ട്രങ്ങളെ പ്രതിനിധികളും അദ്ദേഹത്തെ കൂക്കി വിളിച്ച് അദ്ദേഹത്തെ ബോയ്ക്കോട്ട് ചെയ്യുന്നു. അതുണ്ടാക്കിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിലുണ്ടാക്കിയിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള പ്രതിച്ഛായ നഷ്ടമുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അതുകൂടാതെ നമുക്കറിയാം ലോകത്തെല്ലായിടത്തും അലയടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ വിവിധ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ നടക്കുന്ന സർവേകളിൽ വന്നിട്ടുള്ള റിസൾട്ടുകൾ ചെറുപ്പക്കാർക്കിടയിൽ ഫലസ്തീനുള്ള പിന്തുണയല്ല, ഹമാസിനെ പിന്തുണക്കുന്ന ആളുകളുടെ, നമുക്ക് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു കോഴ്സിനെയോ രാഷ്ട്രത്തെയല്ല, ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ പിന്തുണക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ പോലും വരുന്ന വലിയ തോതിലുള്ള വർധനവ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ അതിഭയങ്കരമായൊരു അന്താരാഷ്ട്ര സമ്മർദ്ദം, ഒരു ഐസൊലേഷൻ അനുഭവിച്ചൊരു ഘട്ടത്തിൽ അതിൽ നിന്ന് നെതന്യാഹുവിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്ലാൻ, അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള ശ്രമം എന്നുള്ള നിലക്കാണ് ഒന്നാമതായി നമ്മൾ ആ 20 പോയിൻ്റ് ഇതിനെ കാണേണ്ടത്. അപ്പം ഒരു പീസ് പ്ലാൻ ഞങ്ങൾ മുന്നോട്ട് വെച്ചു. അത് സ്വാഭാവികമായിട്ടും ഹമാസ് നിരസിക്കുമെന്ന് ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഹമാസിനോട് എന്താണ് പറയുന്നത്? നിങ്ങളെ ഇല്ലാതാക്കാൻ പോവുകയാണ്, അതിനുവേണ്ടിയുള്ള ഒരു പേപ്പർ ഇത് ഇട്ടിരിക്കുന്നു, അത് 72 മണിക്കൂർ കൊണ്ട് നിങ്ങൾ അംഗീകരിക്കണം, ഇല്ലെങ്കിൽ എല്ലാം ചാമ്പലാക്കും. ഇതെങ്ങനെയാണ് ഒരു സീസ് ഫയർ പ്രോസസ്സ് ആവുന്നത്? ഇനി ഇതിനകത്ത് ഇതിലെ ഏതൊരു ഒരു പീസ് പ്രോസസ്സിലും അതിലെ കൺസേൺ പാർട്ടീസ് അതിൽ ഭാഗമാകുക എന്നുള്ളത് അതിൻ്റെ സാമാന്യമായ തത്വമാണ്. ഇതിൽ ഹമാസിൻ്റെ റെപ്രസെൻറ്റേഷൻ എവിടെയാണ്, അല്ലെ പലസ്തീൻ റെപ്രസെൻറ്റേഷൻ എവിടെയാണ്? ഹമാസ് പോകട്ടെ, പലസ്തീൻ അതോറിറ്റി ഉണ്ടല്ലോ അവിടെ, അല്ലെങ്കിൽ ഫതഹ് ഉണ്ടല്ലോ. ഫതഹ് ഇവരുടെ കാഴ്ചപ്പാടിൽ ഭീകര സംഘടനയല്ല. ഏതെങ്കിലും ഒരു പലസ്തീൻ പാർട്ടി അതിനകത്ത് ആ പ്രോസസ്സിൽ ഉണ്ടായിട്ടേ ഇല്ല. ഏകപക്ഷീയമായി ജാരദ് കുഷ്ണർ, അതേപോലെ സ്റ്റീവൻ വിറ്റ്കോഫ്, ട്രംപ്, നെതന്യാഹു ഇവരെല്ലാം ചേർന്നൊരു കടലാസ് എഴുതി ഉണ്ടാക്കുന്നു, അങ്ങോട്ട് വിടുന്നു, 72 മണിക്കൂർ കൊണ്ട് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പീസ് പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ലോകത്ത് സാമാന്യമായിട്ടുള്ള ചില അടിസ്ഥാന ധാരണകളുണ്ടല്ലോ, അടിസ്ഥാനപരമായ ഒരു പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ, അതിനെല്ലാം ലംഘിക്കുന്ന തരത്തിലൊരു കടലാസ് അങ്ങോട്ട് നീട്ടിയെറിയുക, അത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറയുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്താണ്? ഡിസാർമെൻറ്റ് ഓഫ് ഹമാസ്, ഡിസാർമെൻറ്റ് ഓഫ് പലസ്റ്റൈൻ ഫാക്ഷൻസ്. ഈ പലസ്തീൻ ഫാക്ഷൻസ് എല്ലാം ഡിസാം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇസ്രായേലിന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ രൂക്ഷമായ ക്രൂരമായ രീതിയിൽ ഫലസ്തീനിൽ കയറി അവർക്ക് എന്തും ചെയ്യാനുള്ള അവസരം ലഭിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതി ഹമാസ് അംഗീകരിക്കുകയില്ല എന്ന് ഇവർക്ക് ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസ് അതിന് ഹമാസ് ഔട്ട്റൈറ്റ് തള്ളിക്കളയാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ചില ക്വറീസ് ഇടുക, ചില എക്സ്പ്ലനേഷൻസ് ചോദിക്കുക, അങ്ങനെ ബൈ ദ ടൈം എന്ന് പറയുന്ന ഔട്ട്റൈറ്റ് ആയിട്ട് തള്ളിക്കളയുമ്പം അവർക്കെതിരായുള്ള ഒപ്പീനിയൻ ബിൽഡ് ചെയ്യാൻ അത് ഉപയോഗിച്ചേക്കാം എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ചില ക്ലാരിഫിക്കേഷൻസ് ചോദിക്കുക എന്നുള്ളതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എനിവേ ഇത് ഹമാസ് തള്ളിക്കളഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഞങ്ങളൊരു പീസ് പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു, അവന്മാരത് അംഗീകരിച്ചില്ല എന്നുള്ളൊരു പ്രചാരണം നടത്താൻ നെതന്യാഹുവിനും ട്രംപിനുമെല്ലാം സാധിക്കും. ഇനി ഹമാസ് അംഗീകരിച്ചു എന്ന് വിചാരിക്കുക, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വൻ വിജയമായിരിക്കും. കാരണം നെതന്യാഹുവിന് മുമ്പിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹോസ്റ്റേജസ് ആണ്. ആ ഹോസ്റ്റേജസിന് തിരിച്ചു കിട്ടാൻ വേണ്ടി ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ സാറ്റർഡേയിലും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുമ്പിൽ വരെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് പ്രതിഷേധിക്കാറുണ്ട്. അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഈ ഹോസ്റ്റേജസിന് എത്തിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ കടന്നു കഴിഞ്ഞു. സ്വാഭാവികമായും ഈ ഓൺസ്ലോട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജിനോസൈഡൽ പ്രോജക്റ്റ് അത് കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നെതന്യാഹുവിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രംപിൻ്റെ 20 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷിയർ ഡെത്ത് ട്രാപ്പ്, ഒരു മരണക്കിണി മാത്രമാണ്. ഏതെങ്കിലും ഒരു ഫലസ്തീൻ ഫാക്ഷൻ ആ ഒരു ട്രാപ്പിൽ വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലാകെയുള്ളൊരു എന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം അന്താരാഷ്ട്ര നേതാക്കന്മാർക്ക്, ഗ്ലോബൽ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് ശ്രദ്ധിക്കാതെ, ഇതിൽ എൻഗേജ് ചെയ്യാതെ, ഇത് അറ്റൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പലസ്റ്റൈൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് മറന്നുകൊണ്ട്, അത് കാർപ്പറ്റിനടിയിൽ വെച്ചുകൊണ്ട് ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു സന്ദേശം അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എൻഡ്യൂറൻസ് എന്ന് പറയുക, അവരുടെ സമരവീര്യം എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 2 വർഷമായി കാണുന്നുണ്ട്. ആ ഒരു സമരത്തിലൂടെ അല്ലാതെ, പോരാട്ടത്തിലൂടെ അല്ലാതെ ഫലസ്തീൻ സ്റ്റേറ്റ്ഹുഡ് സാധ്യമല്ല എന്നൊരു പൂർണ്ണ ബോധ്യത്തിലേക്ക് ആ ജനത കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.